നമസ്കാരം. നമസ്കാരം. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. താനിതുവരെ പോയില്ല. ഫയലകത്ത് വെച്ചേ. താനെന്താ പാടത്തെ നോക്കൂത്തി പോലെ പഞ്ചായത്ത് ഓഫീസിന് കണ്ണു തട്ടാതിരിക്കാൻ നിൽക്കുക? എന്റെ പൊന്നു പ്രസിഡന്റ്, വിവരമില്ലാതെ വല്ലതും പറഞ്ഞൊന്നും വെച്ച് എന്റെ കക്കൂസിന്റെ കാര്യം പരിഗണിക്കാതിരിക്കരുത്. എത്ര നാളായി 2 കല്ലിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്? തനിക്കിരിക്കാൻ 2 കല്ലെങ്കിലും ഉണ്ട്. അതുപോലും ഇല്ലാത്ത എത്രയോ സാധുക്കൾ ഈ പഞ്ചായത്തിലുണ്ടെന്ന് തനിക്കറിയാമോ? തനിക്കിനി ലോൺ അനുവദിച്ചാൽ ആ നിമിഷം ആ കല്ലെടുത്ത് മാറ്റിയേക്കാം. ആ നിമിഷം നാട്ടുകാരന്റെ ചെവിക്കല്ലടിച്ച് മാറ്റും. താൻ പോയെ. തനിക്ക് ലോണും ഇല്ല, ഫോണും ഇല്ല. മനസ്സിലാതില്ല, 2 അടിച്ചിട്ട് വരാം. അപ്പോ ഭദ്രൻ തമ്പുരാനെ ചങ്ങലക്കിടാൻ തീരുമാനിച്ചു അല്ലേ ഗായത്രി? അതെ, എന്റെ വീട്ടിൽ നല്ല ഒന്നാന്തരം പട്ടിച്ചങ്ങലുണ്ട്. അത് മതിയോ ഗായത്രി? ഭദ്രൻ തമ്പുരാൻ ആയതുകൊണ്ടേ ആനച്ചങ്ങല തന്നെ വേണ്ടി വരും. ആനച്ചങ്ങല അല്ലടാ, തൊടല്. നല്ല ഒന്നാന്തരം തൊടല്. എന്റെ ഈശോയെ, ഒരു വിജയം ഞങ്ങളുടെ കോർട്ടിലും തരണേ. വിജയപരാജയത്തിന്റെ കണക്കല്ല തോമസ്, ഇത് എന്റെ അവകാശമാണ്. എനിക്കൊരു അച്ഛനുണ്ടെന്നുള്ള അവകാശം. അതാരെതിർത്താലും ഞാൻ സ്ഥാപിച്ചു തന്നെ എടുക്കും. അശോകേട്ടൻ വരൂ, അകത്തേക്കിരിക്കാം. ഞാനും ശ്രീകുട്ടനും ഒരേ റെജിമെന്റിലായിരുന്നില്ല ജോലി ചെയ്തിരുന്നത്. പക്ഷേ കാണാതായ ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ബന്ദിപ്പൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പില്. ഈ സമയത്താണ് ക്യാമ്പിനടുത്തുള്ള റോക്ക് ഹില്ലിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന സന്ദേശം ലഭിച്ചത്. ഉടൻ തന്നെ ഞങ്ങൾ 60 വരെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്തു. ചേട്ടാ വരൂ, നമുക്ക് ചായ കഴിക്കാം. ആ ഗായത്രി വരൂ. കനത്ത കാറ്റും മഴയും മണ്ണിടിച്ചിലും കാരണം ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. താഴ്വരയിലുള്ള സിവിലിയൻസിനെ ഒരുവിധം ട്രക്കിൽ കയറ്റി ഞങ്ങൾ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു. ക്യാമ്പിലെത്തിയപ്പോ ഞങ്ങളുടെ സംഘത്തില് ശ്രീകുട്ടൻ മാത്രമില്ലായിരുന്നു. വിവരറിഞ്ഞ ഞങ്ങള് റോക്ക് ഹില്ലിലേക്ക് പുറപ്പെട്ടു. പക്ഷെ അങ്ങോട്ടടുക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് ഭീകരമായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ സൈനിക ആസ്ഥാനത്തേക്ക് വിവരം അറിയിച്ചു. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി. പക്ഷെ ഒന്നുമില്ലെന്ന്. ഗായത്രി എന്താ ഇത്? വണ്ടി എടുക്കണം.